ഹായ്. സോഷ്യൽ മീഡിയ എന്തിനെല്ലാം ഉപയോഗിക്കാം? ചാരിറ്റി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, സോഷ്യൽ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കാം, സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടാക്കണമെങ്കിൽ ഈ പ്ലാറ്റ്ഫോമുകളെല്ലാം ഉപയോഗിക്കാം. വെറുതെ രാവിലെ മുതൽ വന്നിരുന്ന് എന്തെങ്കിലും തോന്നിയ ദിവസം വിളിച്ചു പറഞ്ഞിട്ട് സിനിമ റിവ്യൂവർ എന്നും പറഞ്ഞ് പല രീതിയിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുക, സ്ത്രീകളെ അപമാനിക്കുക, ഇതെല്ലാം ശരിയായൊരു പ്രവണതയല്ല. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ കഴിവുകളെ പുറത്തെടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമുകളാണ് പലർക്കും. അല്ലാതെ ഏതെങ്കിലും സിനിമ കണ്ടിച്ച് രാവിലെ വന്ന് അതിൻ്റെ തിയേറ്ററിന് മുന്നിൽ നിന്നിട്ട് തുള്ളി കളിച്ചുകൊണ്ട് ചാടി കളിച്ചുകൊണ്ട് എന്താണ് ശരീരം അനക്കിക്കൊണ്ട് കോമാളി വേഷം കളിക്കുന്നതല്ല. അത് അലിൻ ജോസ് പെരേര മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇതുവരെ ആരും പ്രതികരിക്കാത്തതാണോ, പ്രതികരിച്ചിട്ട് ഇനി മൈൻഡ് ചെയ്യാത്തതാണോ എന്നറിയില്ല. വയസ്സുള്ള ഒരു കൊച്ചിനെ വെച്ച് ഇത് ചെയ്താൽ മതിയായിരുന്നു. എല്ലാം ചെയ്ത് കഴിഞ്ഞ് കരിമ്പൻ ചണ്ടിയെ പോലെ ഉപേക്ഷിച്ച് ആ സ്ത്രീയെ സമൂഹ മധ്യത്തിൽ എല്ലാവരുടെയും മുമ്പിൽ ഒരുമാതിരി താറടിച്ച് മ്ലേച്ഛമായി മൃഗീയമായിട്ട് മോശമായിട്ട് വൾഗറായിട്ട് പറയുന്നതിനെതിരെ കേസെടുക്കുക തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഇവർക്ക് എങ്ങനെ ഇത്രയും ധൈര്യം വന്നു? കേരളത്തിന്റെ സമൂഹത്തിൽ ഇത്രയും പബ്ലിക് ആയിട്ട് ഇത്രയും വൃത്തികേട് പറയാൻ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പറയാൻ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അന്തസ്സായിട്ട് നടക്കാൻ എങ്ങനെ ധൈര്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് തന്നെ ഇത് പ്രേക്ഷകർ കാണാനുണ്ട്, ഇത് കാണാനും പ്രേക്ഷകരുണ്ട്. പിന്നെ ഈ സമൂഹത്തില് നീതി നിയമം ഇതൊന്നും പ്രാബല്യത്തിൽ വരുന്നില്ലെന്നുള്ളതാണ്. അല്ലെ ഇങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിട്ടാ ഞാൻ ആദ്യം പറഞ്ഞ അത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ, ഒരാൾ വന്നിട്ട് അത് 3 പിള്ളേരുടെ അച്ഛനാണ് പറയുന്നത്. അത് അയാൾ പോട്ടെ, പോകുന്നത് രഹസ്യമായിട്ടോ പോകണം, അല്ലാതെ പബ്ലിക്കിന്റെ മുമ്പിൽ നിന്ന് കുഞ്ഞുങ്ങളെയൊക്കെ ഇതൊരു അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ ഇത് കാണുന്നതല്ലേ, എന്റെ മക്കള് അല്ലെ നിങ്ങളുടെ മക്കൾ എല്ലാവരും ഇത് കാണുന്നല്ലേ. ഈ ധൈര്യം എവിടെ നിന്ന് വരുന്നു? ഇത് നിയന്ത്രിക്കാൻ ആളില്ല. അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. ഞങ്ങൾ ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പീഡനങ്ങളും അശ്ലീല സംഭാഷണങ്ങളും ഒക്കെ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. ഇത് സർക്കാർ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതലും ക്രിയേറ്റേഴ്സിന് വഴിയൊരുക്കുന്ന ഒരു വേദിയാണ്. അത് മിസ്യൂസ് ചെയ്യരുത്. അലിൻ ജോസ് ചെയ്യുന്നത് ഏതെങ്കിലും കുറച്ച് സിനിമകൾ കണ്ടേച്ച് രാവിലെ അതിൻ്റെ റിവ്യൂവറാന്ന് പറഞ്ഞ് തിയേറ്ററിൽ പോയി നിന്നിട്ട് വളവളാന്ന് വിളിച്ച് പറയുന്നതല്ല. സിനിമ കണ്ട് ആ സിനിമയ്ക്കൊരു ഹൈപ്പ് കൊടുത്ത് സിനിമ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം, അല്ല വെറുതെ തോന്നിയ ദിവസം കളിക്കുകയല്ല. ഒരു സ്ത്രീയെ പബ്ലിക്കായിട്ട് നാറ്റിച്ച് അവർക്ക് അംഗീകാരമില്ല, അല്ലെങ്കിൽ അവർ കഴിവില്ലാത്തവളാണ്, അല്ലെങ്കിൽ പ്രായം കൂടുതലാണ്, മുതുക്കത്തെയാണ്, ഇതൊന്നും ഒരു ശരിയായ നടപടിയല്ല. അലിൻ ജോസ്, നിങ്ങൾ ശരിക്കും അകത്ത് പോകുന്ന കേസായത്. എവിടെ കണ്ടാലും എല്ലാവരും ചോദിക്കും, നീ അലൻ ജോസിന്റെ പെണ്ണല്ലേ? ശാരീരികമായി അടുത്തിരുന്നു ഞങ്ങൾ രണ്ടാളും. രാത്രികളിൽ പല സ്ഥലങ്ങളിലും പോയി നിന്നും പല രീതിയിൽ എന്നെ ായിട്ട് ചെയ്തു കൊണ്ട് നടന്ന ആള്. എന്നോട് ഐ ലവ് യു വരെയും പറഞ്ഞിട്ടുള്ള ഒരാളാണ് അലൻ ജോസ്. ആ ആളാണ് ഇന്നലെ എന്നെ കുറിച്ച് ഈ മോശം പറയുന്നു. അവനും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചെയ്തു പോയി. ഞാൻ കൊള്ളല്ലാത്ത പെണ്ണാണ്, അങ്ങനെ ഡാഷ് മോളെ എന്നുള്ളൊരു ഒത്തിരി തെറികളും മോശമായിട്ട് എനിക്ക് ഇന്നുവരെ അങ്ങനെ ഞാൻ ആരും കേട്ടിട്ടില്ല. നമസ്കാരം, എന്താണ് പേരെന്താണ്? എൻ്റെ പേര് റിയ. എല്ലാവരും വൈറലായി കണ്ട ഒരു ഷോർട്ട് ഫിലിമിലെ നായിക ആൻസി ആയിട്ട് അഭിനയിച്ച ആണ് ഞാൻ റിയ. റിയയുടെ വീട് എവിടെയാണ്? ഞാനിപ്പോൾ താമസിക്കുന്നത് ആലുവയിലാണ്. എനിക്ക് സ്വന്തമായിട്ടും വീടുണ്ടായിരുന്നു, പക്ഷെ അത് ഫാമിലി പ്രോബ്ലംസ് ഒക്കെ വന്ന് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഇപ്പോൾ 1 കൊല്ലത്തിലധികമായിട്ട് മലയാള സിനിമയിൽ പോകുന്നുണ്ട്. അപ്പോൾ അംബീഷൻ എന്ന് പറയുന്ന സിനിമയിലൊന്ന് കയറണം, അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റിയയുടെ ഒരുപാട് വീഡിയോകൾ വൈറലായി ഞങ്ങൾ കണ്ടു. അലിൻ ജോസ് പെരേരയുടെ കൂടെ ഡാൻസ് ചെയ്യുന്നതും ഒക്കെയുള്ള വീഡിയോസ്. അപ്പോൾ എങ്ങനെയാണ് അവരുടെ അടുത്തേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? അത് ഞാൻ ഡയറക്ടർ ബ്രൈറ്റ് ആണല്ലോ, ആൾ വഴിയായിട്ടാണ് അലിൻ ജോസ് പെരേരയെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പം ഇവർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട് ഷോർട്ട് ഫിലിമിലേക്ക്, ഇങ്ങനെ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ബ്രൈറ്റ് എന്നെ വിളിക്കും. അപ്പം എനിക്ക് അത്ര വിശ്വാസമില്ലാത്തത് കൊണ്ട് ഞാൻ പോകാറില്ല. പിന്നെ ലാസ്റ്റ് എന്നോട് പറഞ്ഞു, ആറാട്ടണ്ണൻ്റെ കൂടെയും അലൻ ജോസ് പെരേരയുടെയും കൂടെ അഭിനയിക്കാനാണ് നിന്നെ ഞാൻ ക്ഷണിക്കണത്. അപ്പോൾ അതിന് ഒരു പേയ്മെൻ്റൊക്കെ ഉണ്ടായിരിക്കും, കോമഡി സീരീസ് ആണെന്ന് പറഞ്ഞ്. ഇതല്ല, ഷോർട്ട് ഫിലിമിന് വേണ്ടിയല്ല വിളിക്കുന്നത്, ഫസ്റ്റ് വേറെ കോമഡി സീരീസിനാണ്. അപ്പോൾ അതിനകത്ത് വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു,
അത് കുഴപ്പമില്ല. അപ്പം ഞാൻ ഇവരെ ചെക്ക് ചെയ്തു, ഇവരുടെ സോഷ്യൽ നെറ്റ്വർക്കിലൊക്കെ കയറി ഒന്ന് എങ്ങനെയുണ്ട്. ഇവരെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പക്ഷേ വ്യക്തിപരമായ പരിചയമില്ല നമുക്ക്. അപ്പം ഈ അലൻ ജോസ് പെരേരയുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതിനകത്തൊക്കെ കയറി ഞാൻ ലൈക്ക് കമൻസ് ഒക്കെ ഇട്ടപ്പോൾ ആൾ തിരിച്ച് ലൈക്ക് ചെയ്തു, തിരിച്ച് മറുപടി അയച്ചു. അപ്പം ആള് അത്ര അലൻ ജോസ് അത്ര അഹങ്കാരമൊന്നും ഇല്ലാത്ത ഒരാളെന്ന വലിയ സെലിബ്രിറ്റിയൊക്കെ ആണെങ്കിലും അങ്ങനെ നല്ല എനിക്ക് ആളോട് ഓട്ടോമാറ്റിക്കലി നമ്മളെ ഫ്രണ്ട് ആക്കുന്നുള്ളതുകൊണ്ട് ഇഷ്ടം തോന്നി. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു, ബ്രൈറ്റിനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് സമ്മതമാണ്, എനിക്ക് കോമഡി സീരീസിലേക്ക് അഭിനയിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബ്രൈറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, അതിനും മുൻപ് നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യണം, പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്ത് എല്ലാവരും അറിയിച്ചാലാണ് നമ്മുടെ കോമഡി സീരീസൊക്കെ നന്നായിട്ട് ഓടുള്ളൂ. അപ്പോൾ അതിന് നീ തയ്യാറാവണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് സമ്മതിച്ചു. അപ്പോൾ ഒരു ദിവസം മീറ്റിംഗ് ഉണ്ട്, മീറ്റിങ്ങിന് ഇവിടെ വരണം, ലുലു മാളിൽ വരണം. അപ്പോൾ ഒരു സമയം പറഞ്ഞപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ അവർ രണ്ടാളെയും പരിചയപ്പെടുത്തി തരാമെന്നും പറഞ്ഞു. മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ എന്നെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാട്ടണ്ണനും അലൻ ജോസ് പെരേരയും ബ്രൈറ്റും കൂടെ. സോഷ്യൽ മീഡിയ എന്താ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അലൻ ജോസ്. സൈബർ കേസ് വരെ നിങ്ങൾക്കെതിരെ വരാവുന്നതാണ്. ഒരു സ്ത്രീയെ സമൂഹത്തിൽ അപമാനിച്ചിട്ട് നിങ്ങൾ ഇത്രത്തോളം വീട്ടിലിരുന്ന് വെറുതെ ഒരു മാപ്പെങ്കിലും നിങ്ങൾ പറയണ്ടേ, ഒരു സോറി. നിങ്ങളുടെ ഭാഗത്ത് വീഴ്ചയില്ല നിങ്ങൾ പറയരുത്. ഇത് തമാശക്ക് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. തമാശക്ക് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിമിന്റെ ഒരു പ്രൊമോഷൻ അല്ലേ ഇപ്പോൾ നടക്കുന്ന വെറും തെണ്ടിത്തരവും ചെറ്റത്തരവും നടക്കുന്നത്. കേസ് കൊടുത്തിട്ടില്ല ഇതുവരെ. കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത് ആദ്യം. ഇപ്പൊ ഞാനാണ് ഇതിന് തുടക്കം ഇട്ടത്. അവള് വെറുതെ പ്രതികരിച്ചതല്ല, നടന്ന സംഭവമല്ല അവള് പറയണ കാര്യങ്ങൾ. പിന്നെ അതിനെപ്പറ്റി പറയാനുള്ളത്, അവളെ പ്രലോഭിപ്പിച്ചതാണ് ഞാൻ, മനസ്സിലായ. ഈ കേസ് ഇത് ഇങ്ങോട്ട് ലൈവ് ഇടാൻ വേണ്ടി പ്രലോഭനം ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോർട്ട് ഫിലിം നടക്കണമല്ലോ. അപ്പോൾ ആറാട്ടണ്ണൻ സന്തോഷ് വർക്കി അഭിനയിച്ചില്ലെങ്കിൽ പോലും ഞാനും അഭിലാഷേട്ടനും കൂടി ചെയ്തിട്ട് ആ ഷോർട്ട് ഫിലിം പൂർത്തിയാക്കാൻ ശ്രമിക്കും. 2 എപ്പിസോഡ് ഇപ്പോഴാണെങ്കിലും, മെയ് ആണെങ്കിലും ജൂണിലാണെങ്കിലും ചെയ്യും. ഇപ്പോൾ ഒരു കേസിൻ്റെ ഇഷ്യൂ പെട്ടെന്ന് ചെയ്ത് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവള് വെറുതെ എപ്പിസോഡ് 2 പുതിയ പെണ്ണുങ്ങൾ വരുമെന്ന് പറഞ്ഞു, മോഡൽസേ. അപ്പോൾ ഇവള് പറഞ്ഞ്, നിങ്ങൾ പുതിയ മോഡൽസായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടില്ല, വേറൊരു പെണ്ണിനെ നീ സെക്സ് ചെയ്യില്ല, സാമാനം എന്നൊക്കെ പറഞ്ഞ് കുറേ വർത്തമാനം പറയുന്നുണ്ട്. ഇവളെ പോലും നമ്മൾ നേരെ അങ്ങനെ രീതിക്ക് നോക്കിയിട്ടില്ല, കണ്ടിട്ടില്ല. എന്നിട്ട് മോള് മറ്റേ ായിട്ട് നിങ്ങളത് പറഞ്ഞ് എന്താന്ന് വെച്ചാൽ അത് ചെയ്യണം. അല്ല സമൂഹ മധ്യത്തിൽ ഇരുന്ന് ഇനി മേലിൽ റിയ എന്നല്ല ഒരു പെണ്ണിനെ കുറിച്ച് നിങ്ങൾ ചെറ്റത്തരം പറയരുത്. നിങ്ങളൊരു സ്ത്രീയെ അപമാനിക്കുന്നത് ഒരു സമൂഹ മാധ്യമത്തിലാണ് നിങ്ങൾ ഓർമ്മ വേണം. അല്ലാതെ നിങ്ങൾ വായി തോന്നി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ അപമാനപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളുടെ? സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയാണ് അഞ്ച് പറഞ്ഞ നിങ്ങൾ പ്രണയത്തിലാണ്? നിങ്ങളുടെ മാരേജ് എന്നാണ്? അവൻ അറിയിക്കാറ്. നിങ്ങൾ കുറച്ച് വീഡിയോസ് കണ്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം മറൈൻ ഡ്രൈവിലൂടെ പോയിട്ട് വൻ റൊമാൻറ്റിക് വീഡിയോ. ദിലീപ് ഏട്ടൻ്റെ പാട്ടുകൾ മാത്രമാണ് അതിനെ കുറിച്ചുള്ള ദിലീപ് ഏട്ടന് ഭയങ്കര ഒരു ആരാധനല്ലേ? കുറെ റീൽസ് ചെയ്തിരുന്നു. അപ്പോൾ അതില് മച്ചാൻ നിന്നെ മാത്രമല്ല എന്ന് പറഞ്ഞാൽ നാട് മനുള്ള സോങ് മാത്രമേ വേറെ ഉള്ളൂ. ഒരു ഭാഗ്യമാണ്. പിന്നെ പ്രണയത്തിലായതല്ല, ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പ്, റിയലി ട്രൂ ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങളുടെ ആ ഒരു വൈബും ഡാൻസ് ചെറിയ സ്റ്റെപ്പ് ഇട്ടേക്ക്, ചെറിയൊരു സ്റ്റെപ്പ് ഇട്ടേക്ക്. ഇത് മാറ്റി വെച്ചിട്ട് മറ്റേത് പറഞ്ഞേക്കാം. നമുക്ക് നാളെ നമ്മുടെ ഷോർട്ട് ഫിലിമിന്റെ ഡബിങ്ങാണ്. ായിട്ട് നിങ്ങളത് പറഞ്ഞ് എന്താന്ന് വെച്ചാൽ അത് ചെയ്യണം. അല്ലാതെ സമൂഹ മധ്യത്തിൽ ഇരുന്ന് ഇനി മേലിൽ റിയ എന്നല്ല ഒരു പെണ്ണിനെ കുറിച്ച് നിങ്ങൾ ചെറ്റത്തരം പറയരുത്. സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്. കാരണം എന്താന്ന് വെച്ചാൽ അതിന് മേലെ ആക്ഷൻ എടുത്തിരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് പേരങ്ങോട്ട് ഇറങ്ങും. ഉള്ള ആരോഗ്യമൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു. കാരണം എന്നാണെന്നറിയാവോ, അങ്ങനെ എല്ലാ പെണ്ണുങ്ങളും എല്ലാവരുടെയും കൂടെ കിടക്കാന്നൊക്കെ പറയും. എന്തൊരു വൃത്തികേട്. നമ്മളൊക്കെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളാണേ, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കണം. അപ്പൊ അലൻ മിടുക്കനായിട്ട് ഇനി ഇതുപോലെയുള്ള എന്താ പറയാ അങ്ങനെ വേണ്ട കൊച്ചേ, നല്ല രീതിയിൽ തന്നെ സിനിമ റിവ്യൂ പറയാം. ഒരു കണ്ടിട്ട് ഇങ്ങനെ ഇളകി ചാടിത്തുള്ളി അങ്ങനൊന്നും അല്ല. നമ്മൾ നേരെ നിന്നിട്ട് സിനിമയുടെ റിവ്യൂസ് ഒക്കെ പറഞ്ഞ് എന്താ പറയാ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കോമാളിയാകരുത്. അത്ര എനിക്ക് ഒരു അപേക്ഷയാണ് അലൻ ജോസിനോട്. നല്ല മിടുക്കനായിട്ട് ജീവിച്ചൊരു നല്ലൊരു അച്ഛൻ്റെ അമ്മയുടെ മകനായിട്ട് ജീവിതം മുന്നിട്ട് പോട്ടെ. അതുപോലെ തന്നെ റിയയ്ക്ക് വന്ന ആ വിഷമത്തിൽ റിയ പറഞ്ഞു എനിക്ക് ആരുമില്ലെന്ന്. റിയ ഞാൻ ഇന്ന് എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ, റിയ ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് മുന്നോട്ട് എന്താ എല്ലാം ഒരു ഇതായിട്ട്
നിങ്ങളെങ്ങനെയാണ് സിനിമയിലോട്ട് റിവ്യൂവറായിട്ട് എത്തിയിട്ടുള്ളത്? ആദ്യ സിനിമ കണ്ട് നിങ്ങൾ പുറത്തിറങ്ങി കുറേ വെപ്രാളത്തിൽ എന്താണ് കവലപ്രസംഗം നടത്തുന്ന പോലെ നടത്തിയിട്ട് പിന്നീട് വന്ന ഓരോ സിനിമകളിലും നിങ്ങൾ രാവിലെ മുതൽ തിയേറ്ററിൽ പോയിരുന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്നതാണ് റിവ്യൂ എന്ന് കരുതിയത്. ഒരു സിനിമയുടെ ഭാവി ഇല്ലാതാക്കുന്നതും എല്ലാം ഈ ഒരൊറ്റ റിവ്യൂ കൊണ്ടാണ്. ചില റിവ്യൂ സിനിമയ്ക്ക് ബാധിക്കില്ല എന്ന് പറയുന്നതിലും ചിലത് സിനിമയ്ക്ക് ബാധിക്കുക തന്നെ ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇത്ര സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതൊന്നും പറയാൻ പാടില്ല. ഒരു സ്ത്രീയെ സമൂഹം അതിൽ അപമാനിക്കുകയും കൂടി ചെയ്ത് നിങ്ങൾക്കെതിരെ വളരെ വ്യക്തമായ തെളിവുകളും കാര്യങ്ങളെല്ലാം സൈബർ പോലീസ് നിങ്ങൾക്കെതിരെ കൊണ്ടുവരുന്നതാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഡയറക്ടറെ മാറ്റണം, പ്രൊഡ്യൂസറെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് വെള്ളം വെച്ച് അപ്പോഴാണ് അവളെ മാറ്റിയത്. ഇനി അത് നടക്കുകയില്ലെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. മനസ്സിലായോ? എനിക്കിപ്പോ പേടിയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല. അത്രക്ക് നാട്ടിച്ച് കിടക്കുകയാണ് കേസ്. ബന്ധുക്കള് വരെ എന്നെ പറ്റി മോശമായിട്ട് വാട്സാപ്പ് ചാറ്റ്സൊക്കെയാണ്. നമ്മുടെ കയ്യിൽ ഒരു ബാങ്ക് ബാലൻസും ഇല്ല. കോടിക്കണക്കിന് രൂപയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ റിവ്യൂ പറഞ്ഞിട്ട്. അപ്പാട് അന്നൊന്ന് ജീവിക്കാൻ പറയാൻ പറ്റില്ല. അന്നത് എന്റെ ആയിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾക്ക് മാത്രം, പേഴ്സണൽ ഫുഡ് ആൻഡ് ട്രാവലിംഗിന് മാത്രമുള്ള പൈസ മാത്രമേ ഈ റിവ്യൂത്തും എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കോടികളൊന്നും കിട്ടിയിട്ടില്ല. കോടികൾ കിട്ടിയെങ്കിൽ ഞാൻ ഫ്ലാറ്റും വിലപിടിപ്പുള്ള കാറും വിലപിടിപ്പുള്ള മൊബൈൽ ഫോണൊക്കെ മേടിച്ചാല്. എന്റെ അപ്പനമ്മയുടെ അവതാരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതിലെനിക്ക് പറയാൻ നാണക്കേടില്ല. ലോകത്തെ മൊത്തം അപമാനിക്കുകയാണ് ഇപ്പൊ എന്നെ. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആൾക്കാർ നാറ്റിക്കുകയാണ് ഒരു പെൺവിഷയത്തിന്. എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു, അത് പീഡിപ്പിക്കാനല്ല, ഒന്ന് ഡാൻസ് കളിക്കാനും ഒന്ന് അഭിനയിക്കാനും. ആഗ്രഹത്തിന് വേണ്ടി ഞാൻ പലതും സാക്രിഫൈസ് ചെയ്ത് പലതും തരണം ചെയ്ത് ഞാൻ ജീവിച്ചു. ആ ഷോർട്ട് ഫിലിം പൂർത്തിയായി. അത് ഇറങ്ങിയ ശേഷം എനിക്കെതിരെ മൂവ്മെന്റ് നടത്തും, വേറെ നായകനെ കൊണ്ടുവന്ന നിനക്കെതിരെ പീഡന കേസ് കൊടുക്കുമെന്നുള്ള പറഞ്ഞതാ. അതുപോലെ തന്നെ കേസ് കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എന്താവെന്നറിയാൻ പാടില്ല. വാർത്ത വരെ വന്ന് കർമ്മനോസ്. ഇനി മെയിൻ സ്ട്രീം ആയിട്ടുള്ള മനോരമയും മനോരമ, അമൃത ന്യൂസ്, പിന്നെന്താ കൈരളി ന്യൂസ്, ഏഷ്യാൻ ന്യൂസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സംഭവം കൈവിട്ടു പോകും. നമ്മളെ ഒരാളുടെ പേരിലാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ബ്രൈറ്റ്, അഭിലാഷ് ആട്ടയം, സന്തോഷ് വർഗി, അങ്ങനെ പലരുടെ പേര് പറയുന്നുണ്ട്. സന്തോഷ് വർഗി എന്നെ പറ്റിയും കുറ്റം പറയുന്നുണ്ട്. കാല് മാറി പുള്ളിനെ പറ്റി ഇന്നലെ ന്യൂസ് ഇടുന്നപ്പോ എന്നെ പറ്റി പിടിപ്പിച്ചെന്ന് പറഞ്ഞ വാർത്ത പുള്ളി പറയണം. നാണയില്ല ആർക്കണ്ട തനിക്ക് എന്തൊരു നടന്മാരെ പറ്റി കുറ്റം പറയാം, എന്നെ പറ്റി പറയണതിനാണ്. പല ബന്ധുക്കളും വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ. ഞാൻ ആ പടം മുള്ളാൻ കൂടി പറ്റാത്ത അവസ്ഥയിൽ പോയി. എനിക്ക് ഭക്ഷണം കഴിക്കാനോ മുള്ളാനോ ഒന്നും തോന്നാത്ത അവസ്ഥയിൽ പോയി. ഇപ്പൊ എന്ത് ഗതികെട്ട സമയത്താണ് ഇവളെ ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ തോന്നിയെന്ന് മനസ്സിലായില്ല എനിക്ക്. നമ്മള് 18-25 ഇടയ്ക്കുള്ള കുറെ പെൺകുട്ടികളെ നോക്കിയതാണ് അഭിനയിക്കാൻ. പക്ഷെ ആരും കിട്ടാത്തതുകൊണ്ട് അവസാനം ഇവളെന്നെ പെടുത്തിക്കളഞ്ഞു. ഇവള് കല്യാണം കഴിച്ചില്ലെങ്കിൽ, അവർ രജിസ്റ്റർ മാരേജ് ചെയ്തില്ലെങ്കിൽ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു. മറ്റേ ഇവളുടെ കൂടെ അല്ലാതെ വേറെ റീൽസ് ചെയ്ത് ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ലൈവ് മറ്റേ നമ്മുടെ സ്മാർട്ട് പിക്സ് മീഡിയയിൽ ആദ്യം ഇന്റർവ്യൂ കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഇവളിട്ടത് ഇന്റർവ്യൂ. ലോകത്തോട് ഞാൻ മാപ്പ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവളെ തെറ്റിയിട്ടില്ലല്ലോ, ഇവളോട് ഞാൻ തെറ്റിയിട്ടില്ലല്ലോ ഒന്നും. ഇവളെ ഞാൻ അഭിനയിപ്പിച്ചു. എന്റെ കൂടെ അഭിനയിച്ചു പോയി, റിലീസ് ചെയ്ത് ആ ഷോർട്ട് ഫിലിം റീച്ച് കിട്ടി. പല സിനിമ ഓഫറും അവൾക്കും എനിക്കും കിട്ടിയതാണ്. എന്റെ എന്തായാലും സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് എന്തായാലും ചെറിയ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കില്ല. അമ്മ സംഘടനയെ പോലത്തെ സംഘടനയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല, ചെറിയ ആൾക്കാർ നമ്മളെ വെച്ച് പല സിനിമകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വിളിക്കുമായിരിക്കും. ഇത് കാരണം വിളിക്കാതിരിക്കരുതെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് പോയി മനസ്സിലായി. ഇത് പെൺകുട്ടി വെറുതെ ഇരുന്നുണ്ട്, ലൈവ് ഇട്ട് പലതും വിളിച്ച് പറയുന്നുണ്ട്, പല ദണ്ഡിത്തരങ്ങൾ. അവളുമായിട്ട് ലൈംഗിക ബന്ധം പോയിട്ട് കെട്ടിപ്പിടിച്ച ലൈംഗിക ബന്ധമാകുമോ ഗൈസ്? ഒരു ഉമ്മ കൊടുത്തു എന്ന് പറഞ്ഞ് അത് സെക്സ് ആകുമോ? അവർക്ക് വട്ടാണ്, ഭ്രാന്താണ്. ആ റിയനെ പിടിച്ച് ചങ്ങലൊക്കെ ഇടി. സോഷ്യൽ മീഡിയയിൽ അലിൻ ജോസ് പെരേര നാറ്റിക്കല്ലേ, കേസ് കൊടുക്കല്ലേ, നാറിക്കല്ലേ. ഒരു പെണ്ണ് വിചാരിച്ച എന്തും പറ്റും കാണിച്ചു തരാന്ന് പറഞ്ഞ പെണ്ണ് വിചാരിച്ച എന്തും കാണിച്ചു തരാന്ന് അറിയാ പറഞ്ഞപ്പോ ഇത്രയും കാണിച്ചു തരുമെന്ന് ഞാൻ ഓർത്തില്ല ഗൈസ്. എനിക്ക് സങ്കടമുണ്ട്. നാളെ ഞാൻ ജയിലിലായ ആ പെണ്ണായിരിക്കും കാരണം. ആ റിയ എന്ന് പറയുന്ന ഒരു
സമയം കഴിഞ്ഞു. ഞങ്ങൾ ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പീഡനങ്ങളും അശ്ലീല സംഭാഷണങ്ങളും ഒക്കെ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് കരഞ്ഞു മെഴുകിയിട്ട് കാര്യമില്ല. ഒരു 23 വയസ്സുകാരന് എത്രത്തോളം പക്വത ഉണ്ടാവും? അത്ര ഒരു ആഴ്ച മതി.